കാലത്ത് ഈ കാടിനെ വിറപ്പിച്ച ഒരു യുദ്ധമുണ്ടായി. അന്ന് കാട് മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന യുദ്ധം. കൊമ്പനും വേടനും ഏറ്റുമുട്ടാൻ പോകുന്ന ആവേശയുദ്ധം. പക്ഷേ പിന്നീട് വേടൻ പതിയെ ക്ഷയിച്ചു. ഇപ്പോഴതാ കൊമ്പനും തളർന്നിരിക്കും. ഇത്തവണ ഇവരുടെ യുദ്ധം കാണാൻ ആ കാട്ടിൽ ആർക്കും താല്പര്യം എന്ന് വെച്ച് ഈ യുദ്ധം നടക്കാതിരിക്കും. എന്തൊക്കെ ആയാലും കൊമ്പന്റെ ശത്രു തന്നെയാണ് വേടൻ. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ സ്പോർട്ടിംഗ് ഡൽഹിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെതിരെ ഒരു ഗോളിന് വിജയിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി തയ്യാറെടുക്കുന്നത്. പക്ഷേ സ്പോർട്ടിംഗ് ഡൽഹി ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരെ വൻ തോൽവി ഏറ്റിട്ടാണ് ഡൽഹി ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുന്നത്. 1-4 ഗോളുകൾക്കാണ് മുംബൈക്കെതിരെ ഡൽഹി പരാജയപ്പെട്ടത്. ആ ഒരു പരാജയത്തിലൂടെയാണ് ഡൽഹി ഈ ഒരു മത്സരത്തിനായി തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ കിട്ടിയ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുന്നത്. എന്തായാലും കഴിഞ്ഞ കളിയിലെ ഇമ്പോസിനൊക്കെ എഴുതി പഠിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലൈനപ്പ് കൊണ്ട് ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഡൽഹിയെ പരാജയപ്പെടുത്താനുള്ള സ്കോഡൊക്കെ ഇപ്പൊ നമ്മുടെ ടീമിലുണ്ട്. ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രോങ് ടീം തന്നെയാണ്. പിന്നെ കഴിഞ്ഞ കളിയിൽ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അവർ പക്ഷേ ഈ ഒരു മത്സരം ജയിക്കുമെന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കളിയിൽ നമ്മൾ ഡിഫൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഡിഫൻസ് വെരി സ്ട്രോങ് ആണ്. പക്ഷേ ഗോൾ അടിക്കുന്നതിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് പിറകോട്ട് പോകുന്നത്. ആ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രോങ് ടീം തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിലെ പോരായ്മകളൊക്കെ എഴുതി പഠിച്ച് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ലടേ. എന്തായാലും നമുക്ക് ആ ഒരു മത്സരം കണ്ട് തന്നെ അറിയാം. എന്തായാലും ഈ ഒരു മത്സരം നടക്കുന്നത് 4:30-നാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഡൽഹിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും